അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കേരളം മുഴുവൻ കാത്തിരിക്കുന്നത് പെരുമ്പാവൂർ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിലെ ഹൈക്കോടതി വിധിക്കു വേണ്ടിയാണ്. അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കിയെങ്കിലും കുറയ്ക്കുമോ എന്നതാണ് പ്രതിഭാഗം അഭിഭാഷകരും കാത്തിരിക്കുന്നത്. തെളിവുകളെല്ലാം പ്രോസിക്യൂഷന് അനുകൂലമാണ് എന്നത് പ്രോസിക്യൂഷൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ചില പ്രധാനപ്പെട്ട വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതിഭാഗം അഭിഭാഷകർ. എന്തെങ്കിലും സാധ്യതയുണ്ടോ വധശിക്ഷ താഴേക്ക് വരാൻ? അങ്ങനെ പ്രോസിക്യൂഷന് ചെറിയ ആത്മവിശ്വാസക്കുറവ് എവിടെയെങ്കിലും ഉണ്ടോ ഈ ഘട്ടത്തിൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്ന് പ്രധാനമായും ഈ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷനും ഈ പെൺകുട്ടിയുടെ കുടുംബവും അടക്കമുള്ളവർ. 2017 ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത, കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകമാണ്, കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമാണ്. അതിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടിയിരുന്നു. പക്ഷേ ഇതിൽ ചില ആദ്യഘട്ടത്തിൽ ചില പോലീസിന് അനാസ്ഥകളടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടി അമീറുൽ ഇസ്ലാമിലേക്ക് അന്വേഷണ സംഘം എത്തുന്നതും അമീറുൽ ഇസ്ലാമിനെ പിടികൂടുന്നതും. നേരത്തെ പറഞ്ഞതുപോലെ ഈ യുവതിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച തെളിവുകൾ, അതോടൊപ്പം തന്നെ ഈ പ്രതിയെ യുവതി കടിച്ചിരുന്നു, അതിൽ നിന്ന് വേർതിരിച്ചിട്ട് DNA അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഈ കേസിൽ വധശിക്ഷ വിധിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഇന്ന് 2 ഹർജികളാണ് ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തുന്നത്. ഒന്ന്, സ്വാഭാവികമായും വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാൽ അതിന് ഹൈക്കോടതിയുടെ അംഗീകാരം വേണം. അതിൽ സർക്കാർ അനുമതി തേടി നൽകിയ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. അതോടൊപ്പം തന്നെ താൻ കുറ്റക്കാരനല്ല, തന്നെ വെറുതെ വിടണം, തനിക്ക് ഈ യുവതിയെ മുൻപരിചയമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിഭാഗം നൽകിയ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ ഹർജിയിലും ഇന്ന് വിധി പറയുന്നുണ്ട്. ഏതായാലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ആണ് ഈ പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. സ്വാഭാവികമായും ഈ വധശിക്ഷ ശരിവെക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. അരുൺകുമാർ. ഓക്കെ, അർജുൻ മട്ടന്നൂർ, എന്തായാലും 1:45 വരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ വിധി പ്രസ്താവം നടത്തുമ്പോൾ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ നിർണായകമായ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രസ്താവം വരുന്നു. കീഴ്ക്കോടതിയുടെ ഈ വധശിക്ഷ ശരിവെച്ചിരിക്കുന്ന ഒരു വിധിയാണോ ഉണ്ടാവുക, അതല്ല ഈ വധശിക്ഷയിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.